അപ്പോൾ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ക്രോസ് ബാർ ചലഞ്ച്. പിന്നെ ഒരു സാഡായ വാർത്ത ഉണ്ട്, എന്താ കാണിച്ചതാ. ഒരു മിനിറ്റ് ഗായ്സ്, ഇതാണ് സൈഡ് വാർത്ത. ഇവിടുത്തെ മരവും വാഴയും ഒക്കെ മുറിച്ചു. പിന്നെ അതൊക്കെ നേരെ തള്ളിയിട്ട് അത് ഇങ്ങോട്ടേക്ക്. എന്തായാലും ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കണില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഗായ്സ് ബോളുണ്ട്, ബോളിൻ്റെ കാലത്തൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇത് ബാർ കേട്ടോ, ഇത് ബാറ് ക്രോസ് ബാർ മുകളിലത്തത് ഇല്ലാത്തതുകൊണ്ട് ഇതാണ് കേട്ടോ ഞങ്ങൾ മുകളിലത്തേക്കണേ. ഇത് ഈ ഒരു തുമ്പത്തുള്ളത്. പിന്നെ ഇത് അടുത്ത സൈഡ്, ഈ സൈഡ് ബാർ. അപ്പോൾ അത് നിങ്ങളുടെ ലെഫ്റ്റ്. പിന്നെ ഇത് അടുത്ത മുകളിലത്തെ ക്രോസ് ബാർ ഇതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മുടെ 8-നാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. നമ്മൾ ക്രോസ് ബാറിൽ തട്ടോ ഇല്ലയോ നോക്കാം. എടുക്കേ, ഞാൻ എടുത്ത തട്ടില്ല, എന്തായാലും നോക്കി. ഫസ്റ്റ് തടി 5 അടിയാണ് കേട്ടോ. പിന്നെ അത് പറയും. അപ്പൊ ഞാൻ അടിച്ചു കഴിഞ്ഞിട്ട് മഞ്ഞ ഈ അടിക്കണോ അതോ ഈ അങ്ങനെയാണോ അതോ ഞാൻ അടിപ്പിച്ച? അത് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ. അപ്പൊ ഞാൻ ആദ്യം ആദ്യം അടിക്കും, പിന്നെ ഏട്ടൻ. അങ്ങനെ ഉണ്ടോ ഗായ്സ്? അപ്പൊ ഞാൻ അടിച്ചോ. ഫസ്റ്റ് തടി നിങ്ങള് എൻ്റെ അടി ബാറാവാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യണം, ചെയ്യുന്നു വേണ്ടോ. അതൊക്കെ ചെയ്യണം. അപ്പൊ ഗായ്സ് ഫസ്റ്റ് തടി ക്രോസ് ബാറാണോ സൈഡ് ബാറാണോ? ഏത് വേണമെങ്കിലും തട്ടിക്കാം. ഓക്കെ ശരി, ബാറായ വേണമെങ്കിൽ ബീവറേജിലൊന്നും തട്ടിക്കാൻ പറ്റില്ല കേട്ടോ. ആദ്യം തന്നെ ആകെ ചടിഞ്ഞു കേട്ടോ. ഇനി അടുത്ത ഞാൻ ഈ ഏട്ടൻ്റെ കയ്യിലേക്ക് ഞാൻ ഫോണ് കൈമാറുകയാണ്. ഓക്കെ, ഗോളാവുന്ന പ്രതീക്ഷ ഉണ്ട് ഗൈസ്. ബാറാവുന്ന പ്രതീക്ഷ ഇല്ലെങ്കിലോ ബീവറേജിൽ കേറില്ല, കേറിയില്ലെങ്കിലോ ഒന്നും ഉണ്ടാവും. എനിക്ക് ബിരിയാണി മേടിച്ചേണ്ടി വരും. അപ്പൊ ഗൈസ് അത് സംഭവിച്ചോ. ഞാൻ വെറുതെ പറഞ്ഞ ഗൈസ്, അടിച്ചോ, ഞാൻ വെറുതെ പറഞ്ഞു. വാറോ എവിടെ? ഇവിടെയാണ് ഗൈസ് തട്ടിയത്. വിശ്വാസം വരുന്നില്ല ഗൈസ്. ഞാൻ വിചാരിച്ചത് ഇവിടെ തട്ടിയത്. അവിടെ നല്ല തട്ടിയത് ഞങ്ങളുടെ വരുന്നത് ഓടിന്റെ ഇവിടെ എവിടെയോ ഇവിടൊക്കെയാണ് തട്ടിയത്. ഇതൊക്കെ കമർത്തി വെക്കടാ. ഇങ്ങനെ തട്ടി. അപ്പൊ ഇനി ഞാൻ എൻ്റെ ഏട്ടൻ കൈമാറില്ലേ. അപ്പൊ ഇനി ഏട്ടൻ്റെ രണ്ടാമത്തെ 5 അടി കിട്ടുള്ളേ. പിന്നെ ഞാൻ ഒരു കാര്യം കാണിക്കാൻ മറന്നതാ. പുതിയ വള ഷോ ഇറക്കണ ഞാൻ ശിവരാത്രിക്ക് പോയത്. ശിവരാത്രിക്ക് അമ്പലത്തിൽ പോയപ്പോ അപ്പൊ ഇനിയിപ്പൊ അടിക്കുക. കഥയും പുരാണം പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല. ഗോളോ ഗോളാവണം പ്രതീക്ഷിക്കണം. ഗോളാവണം. ഓക്കെ, ഗോളമുണ്ടോ? ഗോളാവും എന്തായാലും. അത് ശരി നടിക്ക്. ഒന്ന് ഇനി സാരല്ലേ, ഞാനാക്കുക. നീ ഞാൻ ഏട്ടൻ്റെ കയ്യിലേക്ക് വെച്ച് കൈമാറുക. ബാറാവും 2-1 വെള്ളി വിളിക്കാട്ടോ. പക്ഷെ അത് കൂട്ടൂല. പക്ഷെ ഇത് കള്ളക്കളി കൂട്ടിയത് നോക്ക്. ശരി ഗായ്സ്, ഇനി ഞാൻ അടിക്കാണ് അടുത്തടി. 1-1 ഇപ്പൊ സ്കോർ ബോർഡ്. 1-1. ഇനി ഞാൻ സ്കോർ അടിക്കോ അതോ അല്ല ഞാൻ ബാറാക്കോ അതോ ഗോളാക്കോ എന്ന് നമുക്ക് കണ്ടറിയാം.
അപ്പൊ ഗൈസ് ഞാൻ അടിക്കാൻ പോകും. അപ്പൊ ഗൈസ് അടി ദേമേ 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 ആകെ ചളിഞ്ഞു പോട്ടെ ചളിഞ്ഞു പോട്ടെ ചളിഞ്ഞു പോട്ടെ ചളിഞ്ഞു പോകില്ല. അന്നൊന്നും അടിക്കുക ഏട്ടൻ്റെ കാര്യം പുരാണോ. പോയിക്കോട്ടെ അതിനെ വേണ്ടത്. അടിച്ചാ അല്ല വെറുപ്പിക്കുക. അത് വേറെ തേങ്ങ ഇനി ഞാൻ അടിക്കട്ടോ. അതൊന്നും കൂടി ഇല്ല. അത് ഏട്ടൻ്റെ കുഴപ്പമില്ല. അതിനെന്താ ഇനി ഞാൻ അടിക്കണം. പോയിക്കോട്ടെ. എന്നാ നോക്കാം. അത് വേറല്ലോ. എന്നാ ശരി, ഇനി ഞാൻ അടിക്കാൻ പോവാ അല്ലേ. ഒന്നാണ് ഇത് പാറാവോ നോക്കാം നമുക്ക്. നിങ്ങൾ കണ്ടെന്നറിയില്ല എന്റെ മോൻ കൊണ്ട് കണ്ടുണ്ടാവും ഗൈസ്. ഞാൻ നോക്കിയതാ കണ്ടില്ലടാ. വെറുതെ എന്തിനാ കാണിക്കണേ, വെറുതെ ഓവറാക്കണേ. നീ ഏട്ടൻ്റെ അടിട്ടോ. ഇത് ബാറാവില്ല. ഒന്ന് അടിക്ക. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അടിക്ക്. അടിക്ക്. ഞാൻ പറഞ്ഞതാ. അതില്ല. അത് പാറില്ല. എന്നാ ശരി അല്ലേ. ഇനി ഞാൻ അടിക്കാം. ഓക്കെ അപ്പൊ ഗൈസ് ഞാൻ അടിക്കാൻ നോക്കാം. ഇതൊരു ബാറാ. അപ്പൊ ഗൈസ് ഈ മോന്തേന്റെ ലാസ്റ്റ് ഫൈനൽ അടി. ഓക്കെ, ഇത് ബാറാകെ ഗോളാവും നോക്കാം. അപ്പൊ 3, 2 തേങ്ങ ഗോളാവും. 3, 2 ഞാൻ ശ്രമിക്കാം. മതി ഇപ്പൊ കൂച്ചിക്ക. 3, 2, 1 സ്റ്റാർട്ട്. ഇല്ല അത് പാറില്ല. എന്നാ ശരി ഇനി ഞാൻ അടിക്കും. ഞാൻ അടിച്ച ബാറാവും. അപ്പൊ ഞാൻ അടിക്കാം. ആ ബാറൊന്നുമല്ല കേട്ടോ, ഞാൻ അടിക്കാം. ഓക്കെ അത് പാറില്ല. ശരി എന്നാ ഞാനിനി നോക്കാം. എന്തായാലും ഗോളാണ്. ഇതാ നോക്കുക ഗൈസ്. ഇപ്പൊ 2-1 ഇവന് 2-1. ലാസ്റ്റ് അടിക്കിനി അടിയില്ല. അതുകൊണ്ട് ഇവൻ ജയിക്കുന്ന ഉറപ്പാണ്. ബാറായില്ലെങ്കിലും നിങ്ങളുണ്ടല്ലോ ഇപ്പൊ ഇതൊക്കെ ഒരു മിനിറ്റ്. ഇവൻ അടിക്കണതിന് മുമ്പേ ഒന്ന് നോക്കി വെച്ചോ. ഇത് കമന്റ് ചെയ്ത് വെച്ചോ ബാറാണോ ഗോളാണെങ്കിൽ ഗോളെന്ന് കമന്റിൽ എഴുതി വെച്ചോ. അല്ലെങ്കിൽ പുറത്തേക്ക് എങ്ങനെയാണെന്നറിയോ, ആ സ്റ്റെപ്പിന്റെ അപ്പുറത്തേക്ക് പോയ ഫുള്ള് പുറത്ത്. പിന്നെ ബാറിന്റെ അപ്പുറത്തേക്ക് പോയ ഫുള്ള് പുറത്ത്. കല്ല് കാണിച്ചല്ലേ അതാ. അപ്പൊ അടിയാണ്. എന്തായാലും ഞാൻ ജയിച്ചു. ഞാൻ പൊട്ടി ഗൈസ്. ഇത് തിരിച്ചുപിടിയതാ ഗൈസ്. സാരമില്ല. എത്ര ദിവസം പറയും. കഴിഞ്ഞ ഞങ്ങൾ ആദ്യം ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പോയി ഞങ്ങള് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് 2-3 ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതില് ഞാൻ തോറ്റു. കൊറേ ബാറിന്റെ ക്രോസ് ബാർ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, പെനാൽറ്റി ഉണ്ടായിരുന്നു, ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു. അതിലൊക്കെ അപ്പൊ ജയിക്കാൻ പോണ അവസ്ഥയിലേക്ക്. എന്നാ ശരി, അപ്പൊ നമുക്ക് നിർത്താം. പിന്നെ ഞങ്ങള് വേറൊരു കാര്യം കാട്ടിത്തരാം. അപ്പൊ ഗായ്സ്, ഞാൻ പറഞ്ഞ വേറെ കാര്യം ഇതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാരും വിചാരിച്ചിട്ടുണ്ടാവും വലിയ നല്ല കാര്യമാണ്. അപ്പൊ ഈ കാണുന്ന എല്ലാവർക്കും ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ഇടണം.
പിന്നെ ഫോളോ ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, എല്ലാം ചെയ്ത് വെച്ചോളൂ. എല്ലാം ചെയ്ത് വെച്ചോ. ചെയ്യാത്തതൊക്കെ ചെയ്ത് വെച്ചോ. കഷ്ടപ്പെട്ട് ഉണ്ടാക്കണ വീഡിയോ പ്ലീസ്. ഒരു സബ്സ്ക്രൈബർ അല്ല, ഒരു കമന്റ് മതി. ഞങ്ങളിപ്പോ എത്ര 19 എങ്ങനെ ആയിട്ടുള്ളൂ. ഒന്ന് 100ക്ക് എത്തിക്കില്ലെങ്കിൽ 50ക്കെങ്കിലും ഒന്ന് സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം പറഞ്ഞേ. ഞാൻ വിചാരിച്ചു വീഡിയോ ആയ ഒന്ന് 50ലേക്കെങ്കിലും എത്തിക്കാൻ നോക്ക്. ആദ്യം 20ലേക്ക് വേഗം എത്തിക്കാൻ നോക്ക്. അല്ല 20 അല്ല 30. ഞങ്ങളിപ്പോ എത്ര വീഡിയോ ഇട്ട് ചോദിച്ചാ 20, 21, 22 20 സംതിങ് ആണ്. 20 സംതിങ്, 22, 21 ആണ്. അപ്പോ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ഇടണം, ഫോളോ ചെയ്യണം, ബെല്ലൈക്കൺ കൂടി അമർത്തണം. ബൈ ബൈ.